വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ലാസ്റ്റ് ഗ്രേഡ് മുതൽ ഡിഗ്രി മെയിൻസിന് വരെ നമുക്ക് വരാവുന്ന ചോദ്യങ്ങളാണ്. ഇതുവരെയുള്ള എല്ലാ എക്സാമുകളിലും ചോദിച്ച ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷകൾ പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുമായി ബന്ധപ്പെട്ട SCRT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ അണ്ണാദുരൈനെ കുറിച്ചിട്ട് അല്ലേ, അണ്ണാദുരൈ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള ആരാണ് നോക്കാം. നമുക്ക് അണ്ണാദുരൈനെ കുറിച്ച് പറയുന്ന നോക്കാം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പല ക്വസ്റ്റ്യൻസിലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അണ്ണാദുരൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അണ്ണ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട നേതാവ് ആരാണ്? അണ്ണാദുരൈ അല്ലേ. അപ്പോൾ അണ്ണാദുരൈനെ കുറിച്ച് വരാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ആവർത്തിച്ച് വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അതൊക്കെ. നമുക്ക് അപ്പോൾ അണ്ണ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട നേതാവാണ് ആര്? അണ്ണാദുരൈ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അണ്ണാദുരൈയാണ് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ സ്ഥാപകൻ. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ സ്ഥാപകൻ. ഇന്ത്യയിൽ ആരുടെ ശവസംസ്കാര ചടങ്ങിലാണ് ഏറ്റവും കൂടുതൽ പേർ പങ്കെടുത്തത്? അതും ചോദിക്കാം. അണ്ണാദുരൈയുടെ ആണ്. അതായത് നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ മുതൽ കുറച്ചും കൂടി ഹയർ ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇവർ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇനി 1967 മദ്രാസ് മുഖ്യമന്ത്രി ആയത് ആരാണ്? ചോദിച്ചിട്ടുണ്ടല്ലേ. 1967 മദ്രാസ് മുഖ്യമന്ത്രി ആയത് ആരാണ്? അണ്ണാദുരൈയാണ് അല്ലേ. ചെന്നൈ മറീന ബീച്ചിൽ MGRൻ്റേത് കൂടാതെ ഏത് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ശവകുടീരമാണുള്ളത്? അതും ആരുടേതാണ്? അണ്ണാദുരൈയുടെ ആണ്. അപ്പോൾ അണ്ണാദുരൈയുമായി ബന്ധപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു അല്ലേ. അണ്ണ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട നേതാവാണ്. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ സ്ഥാപകനാണ്. ഇന്ത്യയിലെ ആരുടെ ശവസംസ്കാര ചടങ്ങിലാണ് ഏറ്റവും കൂടുതൽ പേർ പങ്കെടുത്തത്? ആരുടെയാണ്? അണ്ണാദുരൈയുടേതാണ്. അതുപോലെ തന്നെ 1967 അദ്ദേഹം മദ്രാസ് മുഖ്യമന്ത്രി ആയിരുന്നു. ചെന്നൈ മറീന ബീച്ചിൽ MGRൻ്റേത് കൂടെ മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ശവകുടീരം അല്ലേ, ഏതാണ്? അണ്ണാദുരൈയുടെ ശവകുടീരം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവിഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം ആഘമാനന്ദ സ്വാമികളെ കുറിച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആഘമാനന്ദ സ്വാമികളെ കുറിച്ച് പഠിക്കാം. അണ്ണാദുരൈ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി കാലടി അദ്വൈത ആശ്രമത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആഘമാനന്ദ സ്വാമികളാണ് കാലടി അദ്വൈതാശ്രമത്തിൻ്റെ സ്ഥാപകൻ. പൂർവാശ്രമത്തിൽ കൃഷ്ണൻ നമ്പൂതിരി എന്ന പേരുണ്ടായിരുന്ന ആത്മീയാചാര്യൻ ആരാണ്? പൂർവാശ്രമത്തിൽ കൃഷ്ണൻ നമ്പ്യാതിരി എന്ന് പറയുന്ന പേരുണ്ടായിരുന്ന ആത്മീയാചാര്യൻ ആരാണ്? കാലടിയിൽ ശ്രീ ശങ്കര കോളേജ് സ്ഥാപിച്ചത് ആരാണ്? കാലടിയിൽ ശ്രീ ശങ്കര കോളേജ് സ്ഥാപിച്ചത് ആരാണ്? കാലടി അദ്വൈത ആശ്രമത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? നമ്മൾ പറഞ്ഞത് ആഘമാനന്ദ സ്വാമികളാണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ കാലടിയിൽ ശ്രീ ശങ്കര കോളേജ് സ്ഥാപിച്ചതും ആഘമാനന്ദ സ്വാമികളാണ്. ഇനി സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘത്തിൻ്റെ സ്ഥാപകൻ. പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതൊക്കെ ആരാണ്? ആഘമാനന്ദ സ്വാമികളാണ്. പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആഘമാനന്ദ സ്വാമികളാണ്. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? കാലടി അദ്വൈതാശ്രമത്തിൻ്റെ സ്ഥാപകൻ, പൂർവാശ്രമത്തിൽ കൃഷ്ണൻ നമ്പാതിരി എന്ന പേരുണ്ടായിരുന്ന ആത്മീയാചാര്യൻ, കാലടിയിൽ ശ്രീ ശങ്കര കോളേജ് സ്ഥാപിച്ചത് സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘത്തിൻ്റെ സ്ഥാപകൻ, പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതൊക്കെ ആരാണ്? ആഘമാനന്ദ സ്വാമികളാണ്. ക്ലിയർ ആയല്ലോ. ഇനി ആനി മസ്ക്രീനെ കുറിച്ച് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ആരാണ്? ആനി മസ്ക്രീനാണ്. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്ക്രീനാണ്. തിരുക്കൊച്ചി ചരിത്രത്തിലെ ഏക വനിതാ മന്ത്രി ആയിരുന്നു അല്ലേ. തിരുക്കൊച്ചി ചരിത്രത്തിലെ ഏക വനിതാ മന്ത്രി കൂടിയാണ് ആനി മസ്ക്രീൻ. മന്ത്രിസ്ഥാനം വഹിച്ച ആദ്യത്തെ മലയാളി വനിത. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ലോകസഭാംഗം ആരാണ്? ആനി മസ്ക്രീനാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. തിരുക്കൊച്ചി ചരിത്രത്തിലെ ഏക വനിതാ മന്ത്രി. മന്ത്രിസ്ഥാനം വഹിച്ച ആദ്യത്തെ മലയാളി വനിത. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ലോകസഭാംഗം ആരാണ്? ആനി മസ്ക്രീനാണ്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഭവഭൂതി നമുക്ക് നോക്കാം. ഭവഭൂതിനെ കുറിച്ചിട്ട് കന്യാകുബ്ജത്തിലെ യശോവർമ്മൻ്റെ ആസ്ഥാന സദസ്യൻ ആരാണ്? ഭവഭൂതിയാണ് കന്യാകുബ്ജത്തിലെ യശോവർമ്മൻ്റെ ആസ്ഥാന സദസ്യൻ. ഓക്കെ. ഇതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
മാലതി മാധവം രചിച്ചത് ആരാണ്? മാലതി മാധവം രചിച്ചത് ആരാണ്? മാലതി മാധവം രചിച്ചത്? ഭവഭൂതി അല്ലേ, ഭവഭൂതിയാണ്. എന്താ പറഞ്ഞത്? മാലതി മാധവൻ രചിച്ചത് ഭവഭൂതിയാണ്. മാലതി മാധവൻ രചിച്ചത് ഭവഭൂതിയാണ്. ഇനി ഉത്തരരാമചരിതത്തിൻ്റെ കർത്താവ് ഭവഭൂതിയാണ്. ഉത്തരരാമചരിതത്തിൻ്റെ കർത്താവ് ഭവഭൂതിയാണ്. ശ്രീരാമ പട്ടാഭിഷേകമിനെയുള്ള രാമചരിതം അവതരിക്കപ്പെട്ടിട്ടുള്ള മഹാവീര ചരിതം എഴുതിയത് ആരാണ് എഴുതിയത്? ഭവഭൂതിയാണ് അല്ലേ. ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള രാമചരിതം അവതരിക്കപ്പെട്ടിട്ടുള്ള മഹാവീര ചരിത്രം എഴുതിയത് ഭവഭൂതിയാണ്. അപ്പം എന്തൊക്കെയാണ് ഭവഭൂതിനെ കുറിച്ച് പറഞ്ഞത്? കന്യാകുബ്ജത്തിലെ യശോവർമ്മൻ്റെ ആസ്ഥാന സദസ്യൻ. അതുപോലെ തന്നെ പിന്നെന്താണ് പറഞ്ഞത്? മാലതി മാധവം രചിച്ചു. ഉത്തരരാമചരിതത്തിൻ്റെ കർത്താവ്. ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള രാമചരിതം അവതരിക്കപ്പെട്ടിട്ടുള്ള മഹാവീര ചരിതം എഴുതിയത് ആരാണ്? ഭവഭൂതിയാണ്. ഇനി സുബ്രഹ്മണ്യ ഭാരതിനെ കുറിച്ച് നോക്കാം. തമിഴ്നാട്ടിലെ ദേശീയ കവി എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഓടി വിളയാട് പാപ്പ എന്ന പ്രശസ്തമായ ദേശഭക്തി ഗാനത്തിൻ്റെ കർത്താവാണ് സുബ്രഹ്മണ്യ ഭാരതി. ഓടി വിളയാട് പാപ്പ എന്ന പ്രശസ്തമായ ദേശഭക്തി ഗാനത്തിൻ്റെ കർത്താവാണ് സുബ്രഹ്മണ്യ ഭാരതി. വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ് അല്ലേ. വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അതുപോലെ ആനയുടെ ചവിട്ടേറ്റ് പരിക്കുകളെ തുടർന്ന് മരണമടഞ്ഞ തമിഴ് കവിയാണ് ഈ സുബ്രഹ്മണ്യ ഭാരതി. അപ്പോൾ തമിഴ്നാട്ടിലെ ദേശീയ കവി എന്നറിയപ്പെടുന്നു. ഓടി വിളയാട് പാപ്പ എന്ന പ്രശസ്തമായ ദേശഭക്തി ഗാനത്തിൻ്റെ കർത്താവ്. വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആനയുടെ ചവിട്ടേറ്റ് പരിക്കുകളെ തുടർന്ന് മരണമടഞ്ഞ തമിഴ് കവിയും കൂടിയാണ് സുബ്രഹ്മണ്യ ഭാരതി. ഇനി ഭൂമധ്യരേഖയെ കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടല്ലോ അല്ലേ. ഭൂമധ്യരേഖയെ കുറിച്ച് നോക്കാം. 0 ഡിഗ്രി അക്ഷാംശം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതാണ് ഭൂമധ്യരേഖയാണ് അല്ലേ. ഭൂമധ്യരേഖ എന്താണ് അറിയപ്പെടുന്നത്? 0 ഡിഗ്രി അക്ഷാംശം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഭൂമധ്യരേഖ. ഭൗമോപരിതലത്തിൽ വസ്തുക്കൾക്ക് ഏറ്റവും കുറഞ്ഞ ഭാരം അനുഭവപ്പെടുന്നത് ഏത് ഭൗമശാസ്ത്ര രേഖയിലാണ്? ഭൗമോപരിതലത്തിൽ വസ്തുക്കൾക്ക് ഏറ്റവും കുറഞ്ഞ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖയിലാണ്. ചോദിച്ചു കണ്ടിട്ടുണ്ടല്ലേ. ക്വസ്റ്റ്യൻസ് ഒക്കെ ആവർത്തിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഏത് ഭൂമേഖലയിലാണ് ഡോൾ ഡ്രംസ് ഉണ്ടാകുന്നത്? ഭൂമേഖലയിലാണ് ഡോൾ ഡ്രംസ് ഉണ്ടാകുന്നത്? ഭൂമധ്യരേഖയിലാണ്. അതുപോലെ ഏത് ഭൗമശാസ്ത്ര രേഖയിലാണ് ഏറ്റവും കുറവ് ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും കുറഞ്ഞ ഭാരം അനുഭവപ്പെടുന്നത് അല്ലേ വസ്തുക്കൾക്ക്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖയിലാണ്. ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും ഭൂമിയെ വിഭജിക്കുന്ന രേഖയാണ് ഭൂമധ്യരേഖ. ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും ഭൂമിയെ വിഭജിക്കുന്ന രേഖയാണ് ഭൂമധ്യരേഖ. ഏറ്റവും വലിയ ഗ്രേറ്റ് സർക്കിൾ ഏതാണ്? ഏറ്റവും വലിയ ഗ്രേറ്റ് സർക്കിൾ ഭൂമധ്യരേഖയാണ്. രാത്രിയുടെയും പകലിൻ്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഏത് രേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ്? രാത്രിയുടെയും പകലിൻ്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ് അല്ലേ. അതുപോലെ തന്നെ എന്താ പറയുന്നത്? ഏറ്റവും വലിയ അക്ഷാംശ രേഖ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ഭൂമധ്യരേഖയാണ്. അപ്പോൾ ഭൂമധ്യരേഖയെ കുറിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. 0 ഡിഗ്രി അക്ഷാംശം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമധ്യരേഖയാണ്. ഭൗമോപരിതലത്തിൽ വസ്തുക്കൾക്ക് ഏറ്റവും കുറഞ്ഞ ഭാരം അനുഭവപ്പെടുന്നത് ഏത് ഭൗമശാസ്ത്ര രേഖയിലാണ്? ഭൂമധ്യരേഖയിലാണ് അല്ലേ. അതുപോലെ തന്നെ ഏത് ഭൂമേഖലയിലാണ് ഡോൾ ഡ്രംസ് ഉണ്ടാകുന്നത്? ഭൂമധ്യരേഖയിലാണ്. അതുപോലെ തന്നെ ഏത് ഭൗമശാസ്ത്ര രേഖയിലാണ് ഏറ്റവും കുറവ് ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത്? ഭൂമധ്യരേഖയിലാണ്. ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും ഭൂമിയെ വിഭജിക്കുന്ന രേഖയാണ് ഭൂമധ്യരേഖ. ഏറ്റവും വലിയ ഗ്രേറ്റ് സർക്കിൾ ഏതാണ്? ഭൂമധ്യരേഖയാണ്. രാത്രിയുടെയും പകലിൻ്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഈ ഭൂമധ്യരേഖ മുകളിൽ വരുമ്പോഴാണ്. ഏറ്റവും വലിയ അക്ഷാംശ രേഖയും കൂടിയാണ് ഭൂമധ്യരേഖ. ഇനി നെക്സ്റ്റ് കൊടൈക്കനാലിനെ കുറിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ സോളാർ ഒബ്സർവേറ്ററി സ്ഥാപിച്ചിരിക്കുന്നത് കൊടൈക്കനാലിലാണ്. ഇന്ത്യയിൽ സോളാർ ഒബ്സർവേറ്ററി സ്ഥാപിച്ചിരിക്കുന്നത് കൊടൈക്കനാലിലാണ്. പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷൻസിൻ്റെ രാജകുമാരി എന്നറിയപ്പെടുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. കൊടൈക്കനാലാണ്.
ഇനി തെക്കേ ഇന്ത്യയിൽ അമേരിക്കക്കാർ സ്ഥാപിച്ച സുഖവാസ കേന്ദ്രമാണ് കൊടൈക്കനാൽ. നിർമ്മിച്ചതാരാണ്? അമേരിക്കക്കാരാണ്. പളനി ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രമാണ് കൊടൈക്കനാൽ. പളനി ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രമാണ് കൊടൈക്കനാൽ. അതുപോലെ ഡോൾഫിൻസ് നോസ് എന്ന പാറ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷനാണ്. എവിടെയാണ്? കൊടൈക്കനാലിലെ ഡോൾഫിൻസ് നോസ് എന്നറിയപ്പെടുന്ന പാറ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷനും കൂടിയാണ് എന്താ? കൊടൈക്കനാൽ. അപ്പോൾ കൊടൈക്കനാലിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യയിൽ സോളാർ ഒബ്സർവേറ്ററി സ്ഥാപിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷൻ ഇതെപ്പോഴും കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. ഹിൽ സ്റ്റേഷൻസിൻ്റെ രാജകുമാരി എന്നറിയപ്പെടുന്നത്. തെക്കേ ഇന്ത്യയിൽ അമേരിക്കക്കാർ സ്ഥാപിച്ച സുഖവാസ കേന്ദ്രം, പളനി ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രം, ഡോൾഫിൻ നോസ് എന്ന പാറ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷനാണ് കൊടൈക്കനാൽ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാലിനെ കുറിച്ച് നോക്കാം. ഐക്യരാഷ്ട്രസഭ രൂപവൽക്കരണത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത സോവിയറ്റ് ഭരണാധികാരിയാണ് സ്റ്റാലിൻ. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന സമയത്ത് സോവിയറ്റ് ഭരണാധികാരി ആരായിരുന്നു? സ്റ്റാലിൻ ആയിരുന്നു. അപ്പോൾ ഐക്യരാഷ്ട്രസഭ രൂപവൽക്കരണത്തിൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത സോവിയറ്റ് ഭരണാധികാരി, ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന സമയത്ത് സോവിയറ്റ് ഭരണാധികാരി. രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ ഭരിച്ചിരുന്നത് ആരാണ്? സ്റ്റാലിനാണ് അല്ലേ. ലെനിൻ്റെ പിൻഗാമിയായിട്ട് സോവിയറ്റ് യൂണിയനിൽ അധികാരത്തിൽ വന്നത് ആരാണ്? സ്റ്റാലിനാണ്. അതുപോലെ പുരോഗതിക്കായിട്ട് പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ച ആദ്യത്തെ രാജ്യം സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അതിൻ്റെ ഉപജ്ഞാതാവും കൂടിയാണ് സ്റ്റാലിൻ എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സ്റ്റാലിനാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാലിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഐക്യരാഷ്ട്രസഭ രൂപവൽക്കരണത്തിൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത സോവിയറ്റ് ഭരണാധികാരി, ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന സമയത്ത് സോവിയറ്റ് ഭരണാധികാരി, രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ ഭരിച്ചിരുന്നത്, ലെനിൻ്റെ പിൻഗാമിയായിട്ട് സോവിയറ്റ് യൂണിയനിൽ അധികാരത്തിൽ വന്നത്, പുരോഗതിക്കായിട്ട് പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ച ആദ്യത്തെ രാജ്യം സോവിയറ്റ് യൂണിയൻ ആയിരുന്നുവെങ്കിൽ അതിന് ഉപജ്ഞാതാവ് ആരാണ്? സ്റ്റാലിനാണ്. അതുപോലെ തന്നെ ജുഗാഷിൽ എന്ന പേരിലൊക്കെയാണ് അദ്ദേഹം പ്രസിദ്ധനായിരുന്നത്. ഇനി ടൂറിസവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനെ നോക്കാം. കേരളത്തിലെ ഏത് വകുപ്പിൻ്റെ പരസ്യവാക്യമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത്? അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് ഏത് വകുപ്പിൻ്റെ പരസ്യവാക്യമാണ്? ഏതാണ്? ടൂറിസത്തിൻ്റെ അല്ലേ. ടൂറിസത്തിൻ്റെ പരസ്യവാക്യമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്. നിശാഗന്ധി പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏത് വകുപ്പിനാണ്? ഏതിനാണ്? ടൂറിസത്തിനാണ് നിശാഗന്ധി പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ടൂറിസത്തിനാണ്. അതുപോലെ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ സംഘാടകർ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ടൂറിസമാണ്. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ സംഘാടകർ ആരാണ്? ടൂറിസമാണ്. അപ്പോൾ ടൂറിസത്തെ കുറിച്ച് പറയുന്നത് എന്തൊക്കെയാണ്? കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന പരസ്യവാക്യം ടൂറിസത്തിനാണ്. നിശാഗന്ധി പുരസ്കാരം അതുപോലെ തന്നെ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലൊക്കെ എന്താണ്? ടൂറിസത്തിൻ്റെ ഭാഗമായി നടക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കാർബണിനെ കുറിച്ചിട്ടല്ലേ. കാർബണിനെ കുറിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഭൂമിയിലെ ജീവൻ അടിസ്ഥാനമായ മൂലകം ഏതാണ്? അതുപോലെ ചാർക്കോൾ എന്ന് പറയുന്നത് എന്തിൻ്റെ വകഭേദമാണ്? ഏതിൻ്റെയാണ്? കാർബണിൻ്റെ അല്ലേ. കാർബണിൻ്റെ വകഭേദമാണ് എന്തെന്ന് പറയുന്നത്? കാർബൺ എന്ന് പറയുന്നത്. കാർബണിൻ്റെ വകഭേദമാണെന്ന് പറയുന്നത് ചാർക്കോൾ എന്ന് പറയുന്നത്. ഇനി എല്ലാ ഓർഗാനിക് സംയുക്തങ്ങളിലും അടങ്ങിയിട്ടുള്ള മൂലകമാണ് കാർബൺ. അത് നമുക്കറിയാമല്ലേ, ഓർഗാനിക് കെമിസ്ട്രി തന്നെ ഈ കാർബണിനെ കുറിച്ചിട്ടാണല്ലേ. അപ്പോൾ എല്ലാ ഓർഗാനിക് സംയുക്തങ്ങളിലും അടങ്ങിയിട്ടുള്ള മൂലകം എന്ന് പറയുന്നത് ഏതാണ്? കാർബണാണ്. ഗ്രാഫൈറ്റ് എന്തിൻ്റെ വകഭേദമാണ്? എന്തിനാണ്? കാർബണിനാണല്ലേ. ഗ്രാഫൈറ്റ് മാത്രമല്ലോ, ഫുള്ളറിൻ, അതുപോലെ തന്നെ വജ്രം, പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, വജ്രം, അതുപോലെ തന്നെ ഇതൊക്കെ എന്താണ്? കാർബണിൻ്റെ രൂപാന്തരമാണ് അല്ലേ. അണുസംഖ്യ 6 ആയ മൂലകം. അപ്പോൾ 6 ആണ് മൂലകം എന്ന് പറയുന്ന അണുസംഖ്യ. അതുപോലെ തന്നെ വജ്രം ഏതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്? വജ്രം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, കാർബണിൻ്റെ എന്നാണത്. അപ്പോൾ കാർബണിൻ്റെയാണ് വജ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയിലെ ജീവൻ അടിസ്ഥാനമായ മൂലകം. അതുപോലെ തന്നെ എന്തിൻ്റെ വകഭേദമാണ്? ചാർക്കോൾ എന്ന് പറയുന്നത് കാർബണിൻ്റെ വകഭേദമാണ്. എല്ലാ ഓർഗാനിക് സംയുക്തങ്ങളിലും അടങ്ങിയിട്ടുള്ള മൂലകമാണ്. ഗ്രാഫൈറ്റ് അതുപോലെ തന്നെ വജ്രമൊക്കെ എന്തിൻ്റെ രൂപങ്ങളാണ് അല്ലേ. അതുപോലെ അണുസംഖ്യ 6 ആണ് ഈ മൂലകം എന്ന് പറയുന്നത് കാർബണാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അഫ്ഗാനിസ്ഥാനുമായിട്ട് ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കാബൂൾ? കാബൂൾ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമാണ് കാബൂൾ. അതുപോലെ തന്നെ എന്താണ് അഫ്ഗാനിസ്ഥാനെ കുറിച്ച് ചോദിക്കാറുള്ളത്? പ്രാചീന കാലത്തെ ബാക്ട്രിയ എന്ന് പറയുന്നത് ഏത് രാജ്യത്തായിരുന്നു? ബാക്ട്രിയ എന്ന് പറയുന്നത് ഏത് രാജ്യത്തായിരുന്നു?
ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യ രാജ്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഡ്യൂറാൻഡ് ലൈനിലെ ബ്രിട്ടീഷ് ഇന്ത്യയെ ഏത് രാജ്യത്തിൽ നിന്നാണ് വേർതിരിച്ചിരിക്കുന്നത്? ഡ്യൂറാൻഡ് ലൈൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ. അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യയെ വേർതിരിച്ചിരിക്കുന്ന രേഖ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഡ്യൂറാൻഡ് ലൈനാണ്, ഡ്യൂറാൻഡ് രേഖയാണ്. പ്രാചീന ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഗാന്ധാരം ഇപ്പോൾ ഏത് രാജ്യത്താണ്? അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്താണ്. സാർക്കിലെ 8ാമത്തെ അംഗമാണ് അഫ്ഗാനിസ്ഥാൻ. സാർക്കിലെ 8ാമത്തെ അംഗമാണ് അഫ്ഗാനിസ്ഥാൻ. കാണ്ഡഹാർ എന്ന് പറയുന്നത് ഏത് രാജ്യത്താണ്? അഫ്ഗാനിസ്ഥാനാണ് അല്ലേ. ബാബറുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലാണ്. ഇനി ഏത് രാജ്യത്താണ് US ബ്രിട്ടീഷ് സേനകൾ ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം നടപ്പിലാക്കിയത്? എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലാണ്. അതുപോലെ തന്നെ ദാരി, പാഷ്തോ എന്നൊക്കെ പറയുന്നതാണ് അവിടുത്തെ ഭാഷകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മില്ലി തരാന എന്ന് പറയുന്നതും അഫ്ഗാനിസ്ഥാൻ്റെ ദേശീയ ഗാനമാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനെ കുറിച്ച് എന്തൊക്കെയാണ് പഠിച്ചത്? തലസ്ഥാനം എന്താണ്? കാബൂളാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബാബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്തതും എവിടെയാണ്? കാബൂളിലല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിലാണ്. അതുപോലെ തന്നെ എന്താണ്? പ്രാചീന കാലത്തെ ബാക്ട്രിയ എന്ന് പറയുന്നത് ഏത് രാജ്യത്താണ്? അഫ്ഗാനിസ്ഥാനിലാണ്. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ആദ്യ രാജ്യമാണ്. ഡ്യൂറാൻഡ് ലൈൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയെ വേർതിരിച്ചിരിക്കുന്ന രേഖയാണ് അഫ്ഗാനിസ്ഥാനുമായിട്ട്. പ്രാചീന ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഗാന്ധാരം ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗമാണ്. സാർക്കിലെ 8ാമത്തെ അംഗമാണ്. അതുപോലെ തന്നെ US ബ്രിട്ടീഷ് സേനകൾ ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം നടപ്പാക്കിയതും അഫ്ഗാനിസ്ഥാനിലാണ്. അതുപോലെ ദാരി, പാഷ്തോ എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാൻ്റെ ഭാഷകളാണ്. മില്ലി തരാന എന്ന് പറയുന്നതും അതാണ് അഫ്ഗാനിസ്ഥാൻ്റെ ദേശീയ ഗാനമാണ്. ഇനി ആഫ്രിക്കയെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള രാജ്യങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ഐക്യരാഷ്ട്രസഭയിലെ അംഗത്വമുള്ള രാജ്യങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. അതുപോലെ തന്നെ ഹുദു ടുട്സി ജനവിഭാഗം അധിവസിക്കുന്നതും ആഫ്രിക്കയിലാണ്. ഹുദു ടുട്സി എന്ന് പറയുന്ന ജനവിഭാഗം അധിവസിക്കുന്നത് ആഫ്രിക്കയിലാണ്. ട്രാൻസ്വാൾ യുദ്ധത്തിന് വേദിയായ ഭൂഖണ്ഡമാണ്. ഒന്നാം ബോയർ യുദ്ധം എന്നറിയപ്പെടുന്ന ട്രാൻസ്വാൾ യുദ്ധത്തിന് വേദിയായ ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. കിളിമഞ്ചാരോ പർവ്വതം സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ചോദിക്കാറുണ്ട് കേട്ടോ. കിളിമഞ്ചാരോ പർവ്വതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആഫ്രിക്കയിലാണ്. നൈൽ നദി ഒഴുകുന്ന വൻകരയാണ് ആഫ്രിക്ക. നൈൽ നദി ഒഴുകുന്ന വൻകര. അതുപോലെ തന്നെ എന്താണ്? സ്വാഹിലി എന്ന് പറയുന്ന ഭാഷ ഇതിലാണ്? ആഫ്രിക്കയിലെ ഭാഷയാണ്. അവിടുത്തെ ജനത എന്നാണ്? ബർബർ ജനതയാണ് കേട്ടോ. ബർബർ ജനത എന്ന് പറയുന്ന ആൾക്കാർ താമസിക്കുന്നത് എവിടെയാണ്? ആഫ്രിക്കയിലാണ്. ഹുഡു ടുട്സി എന്ന് പറയുന്ന ജനതയും അവിടെ താമസിക്കുന്നുണ്ട്. ഹുഡു ടുട്സി ബർബർ ജനതയൊക്കെ അധിവസിക്കുന്ന വൻകര ചോദിക്കുകയാണെങ്കിൽ ആഫ്രിക്കയാണ്. ഒട്ടകപക്ഷിയുടെ ജന്മദേശം എന്നാണ് എന്ന് പറയുന്നത് ആഫ്രിക്ക എന്ന് പറയുന്നത്. ഒളിമ്പിക്സിന് ഇതുവരെ വേദിയാകാത്ത ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ഒളിമ്പിക്സിന് ഇതുവരെ വേദിയാകാത്ത ഭൂഖണ്ഡം നൈൽ നദി ഒഴുകുന്ന വൻകര. അതുപോലെ തന്നെ കിളിമഞ്ചാര പർവ്വതം സ്ഥിതി ചെയ്യുന്നു. ഹുദു ടുട്സി ജനവിഭാഗം. ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള രാജ്യങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഭൂഖണ്ഡം. അതുപോലെ സ്വാഹിലി ബർബർ ജനത ഹുഡു ടുട്സിയൊക്കെ അധിവസിക്കുന്ന വൻകര എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ആഫ്രിക്കയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതല്ല നമ്മൾ ഉൾപ്പെടുത്തി ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.